പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തെ ദൈവം തട്ടി എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞു. അദ്ദേഹം നല്ല ഉറക്കത്തിലായിരുന്നു. അദ്ദേഹം ചാടി എഴുന്നേറ്റു പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം ദൈവത്തോട് അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിനൊരു ദർശനം ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. വഴിയരികിൽ ഒരു മനുഷ്യൻ അർദ്ധരാത്രിക്ക് ഇരുന്നിട്ട് അദ്ദേഹം കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുകളിലേക്ക് നോക്കുന്നുണ്ട്, എന്തോ പറയുന്നുണ്ട്. വീണ്ടും അദ്ദേഹം കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ ദർശനം കാണുകയാണ്. ഈ ദർശനം കാണുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വല്ലാത്ത മാനസിക ഭാരം വരാൻ തുടങ്ങി. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. ഇദ്ദേഹം ആ മനുഷ്യന് വേണ്ടി കരയാൻ തുടങ്ങി. ദൈവം കാണിച്ചു കൊടുത്ത ആ മനുഷ്യന് വേണ്ടി കരയാൻ തുടങ്ങി. കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തോട് പറഞ്ഞ മനസ്സലിയണം, അദ്ദേഹത്തെ വിടുവിക്കണമെന്ന് പറയാൻ തുടങ്ങി. ആമേൻ. ഇദ്ദേഹം കുറേ നേരം പ്രാർത്ഥിച്ചു. കുറേ നേരം ആ മനുഷ്യന് വേണ്ടി കരഞ്ഞു, പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം ദൈവം വീണ്ടും ഒരു ദർശനം കാണിച്ചു കൊടുക്കുകയാണ്. ആ മനുഷ്യൻ അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കി, മുകളിലേക്ക് നോക്കി, ആശ്വാസം വന്നതുപോലെ നെഞ്ചത്ത് കൈവച്ച് ഒരു സമാധാനമുള്ള മനുഷ്യൻ നടന്നു പോകുന്നത് പോലെ അങ്ങോട്ട് പോയി. അവിടെ ഒരു ചോദ്യമുണ്ട്, ദൈവത്തിന് നേരിട്ടങ്ങ് അദ്ദേഹത്തെ സഹായിച്ചൂടെ? ഒരിക്കലും ദൈവം അങ്ങനെ ചെയ്യാറില്ല. ദൈവം ആരെ സഹായിച്ചാലും ഒരാളെപ്പോഴും കൂടെ കാണും. ഒരാളെ കൊണ്ട് ദൈവം അത് ചെയ്യിക്കും. അത് ദൈവത്തിൻ്റെ നീതിയാണ് കേട്ടോ. അതങ്ങനെ തന്നെയാണ്. പലതും നമ്മൾ പരിശോധിച്ച് അങ്ങനെ തന്നെയാണ് ദൈവം ചെയ്യുന്നത്. ആമേൻ. പറഞ്ഞു വന്നത് അതവിടെ ഇരിക്കട്ടെ. ഇവിടെ ഒരു കാര്യം പറഞ്ഞു വന്നത്, നോക്ക്, നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരം അറിയുന്ന ദൈവം, നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന ദൈവം. നീ എവിടെ ഇരിക്കുന്നെന്നല്ല ബൈബിൾ ഇങ്ങനെ പറയുന്നു. ആമേൻ. അവൻ ദൂരത്തിരുന്ന് ഹൃദയ നിരൂപണം അറിയുന്ന ദൈവം. പ്രിയരെ, നീ ഭാരത്തോടെ ആയിരുന്നാലും സങ്കടത്തോടെ ആയിരുന്നാലും നിന്നെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. കർത്താവ് നിന്നെ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു.